ലോകത്തിലെ വിവിധ ഫുട്ബോൾ ലീഗുകളിൽ ചാമ്പ്യന്മാരെ തീരുമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മത്സരങ്ങൾ പൂർത്തിയായിട്ടും ചാമ്പ്യന്മാരെ സംബന്ധിച്ച് കോടതി കയറിയിറങ്ങേണ്ടി വരുന്നതാണ് നാണക്കേട്. ഐ ലീഗിൽ ഇത്തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ഇന്റർകാഷിയുടെ പരാതിയെ തുടർന്നാണ് വിജയെ ഉടൻ പ്രഖ്യാപിക്കരുതെന്ന അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി ഉത്തരവ്. ഗോവൻ ക്ലബ്ബ് ചർച്ചിൽ ബ്രദേഴ്സിനെ വിജയായി പ്രഖ്യാപിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനം കോടതി സ്റ്റേ ചെയ്തു. ഐ ലീഗിൽ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഗോവൻ ക്ലബ്ബ് ചർച്ചിൽ ബ്രദേഴ്സ് 40 പോയിന്റ് നേടി മുന്നിലെത്തിയിരുന്നു. രണ്ടാം സ്ഥാനത്തുള്ള ഇന്റർകാഷിക്ക് 39 പോയിന്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്റർകാഷിയുമായി മത്സരിച്ച നാംദാരി FC അയോഗ്യനായ താരത്തെ മത്സരിപ്പിച്ചത് ചൂണ്ടിക്കാട്ടി ക്ലബ്ബ് നൽകിയ പരാതിയാണ് വിവാദത്തിന് തുടക്കം. ഈ മത്സരത്തിൽ ലഭിക്കേണ്ട 3 പോയിന്റ് അനുവദിച്ച് ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കണമെന്നാണ് ഇന്റർകാഷിയുടെ ആവശ്യം. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ച അപ്പീൽ കമ്മിറ്റി ചർച്ചിലിനെ തന്നെ ചാമ്പ്യന്മാരാക്കി. ഇതോടെയാണ് ഇന്റർകാഷി അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത്. നിലവിൽ ഒരു പുരസ്കാര ചടങ്ങുകളും നടത്തരുതെന്ന് കോടതി ഉത്തരവിട്ടു. 2 ദിവസം സമയമാണ് ചർച്ചിൽ ബ്രദേഴ്സ് നാംദാരി ക്ലബ്ബുകൾക്കും AFFനും മറുപടി നൽകാൻ അനുവദിച്ചിരിക്കുന്നത്. അയോഗ്യനായ ഒരു താരം മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ AFFന് സാധിക്കാത്തത് വലിയ വിമർശനമാണ് ഉയർത്തിയത്. എന്തായാലും ഐ ലീഗ് കിരീടം ആർക്കെന്നറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കണം.